ഇതാണ് മുഖത്തൊരു ചിരി. ഒന്നുമില്ല. ഓ, പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പറയണ്ട. അല്ല, അത്ര വലിയ രഹസ്യമൊന്നുമല്ല. സിദ്ധു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ പരിപാടി എന്നും ചോദിച്ചുകൊണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എപ്പോഴും ജോലിയിലാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ ജോലിക്ക് കുറവൊന്നും ഇല്ലടോ എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് പറയാം ഒരുപാട് ജോലിയൊന്നും ചെയ്യണ്ടാട്ടോ. ഓ, ഭർത്താവിനും ഭാര്യയോടുള്ള കരുതൽ. നീ ഇതിനെ അങ്ങനെ പറയാൻ പോയ? അവൻ വിചാരിക്കും ഇവിടെ എല്ലാ ജോലിയും നിന്നെ കൊണ്ടാ ജയിക്കണേന്ന്. ഇനിയിപ്പൊ ഒന്ന് പറയാൻ നിക്കണ്ട കേട്ടോ. അമ്മ പറയുന്നുട്ടാ ഇനിയിപ്പൊ അതും പറഞ്ഞോണ്ട് ഓരോന്നൊക്കെ തുടങ്ങും. ഓരോ തുടങ്ങും? ആരെന്ത് തുടങ്ങുന്നു? ലച്ചു സിദ്ധുവിന് മെസ്സേജ് അയച്ചിരിക്കണ് അവക്ക് ഇവിടെ തീരെ ജോലി കുറവല്ല എന്ന്. തീരെ ജോലി കുറവല്ലെന്നാ അതിന്റെ അർത്ഥം ഇവിടെ ജോലി കൂടുതലാണെന്നല്ലേടി? എവിടെ കുഴപ്പമുള്ളക്കാരെ കൊണ്ട് നമ്മളെ ഇല്ലാതെ പറയും ഇവിടെ കയറി നിന്നും കൊണ്ട് അവർ ഓരോരോ അനാവശ്യങ്ങൾ പറയും. ഇവിടെ പിടിച്ച് നിർത്തി എവിടെ മൊത്തം ജോലി ചെയ്യിപ്പിക്കണമെന്ന് പറയില്ലേ? കണ്ടാമേ എന്തിനാ അമ്മ ഇപ്പൊ അച്ഛൻ്റെ അടുത്ത് പറയാൻ പോയത്? ഇപ്പൊ അച്ഛൻ പറഞ്ഞു കേട്ടോ കുളിപ്പടക്കാരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാൻ നിൽക്കുവാണെന്ന്. ലച്ചു തുടങ്ങി. ഈ കൂട്ടി കിടക്കണ പട്ടിയെ കമ്പിട്ട് കുത്തി എങ്ങനെ ഇരിക്കും? അതുപോലെ ലച്ചുവിന്റെ കൊര അല്ല സംസാരം. അച്ഛാ ഞാൻ പെൺകുട്ടിയാണ് അല്ലാതെ പെൺപട്ടിയല്ല. അച്ഛൻ ഈ സംസാരം കൊണ്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കുക. അച്ഛൻ അകത്താവും. അകത്താക്കി എന്നെ അകത്താക്കി ഞാൻ അവരെ അകത്താക്കൂടി. രണ്ടുപേരും ഇവിടെ തുടങ്ങിയില്ല. ഒരു കാര്യം ചെയ്യ്, ഇവിടെ നിന്ന് വേളം വെക്കാതെ ആ റോഡിലോട്ട് പോ. ആ റോഡിൽ പോയിരുന്ന് രണ്ടുപേരും എന്താന്ന് വെച്ചാൽ കാണിക്കേ ചെല്ല്. ഓഹോ, അതറിയാൻ നിനക്ക് തിടുക്കോയ അമ്മ. ആരൊക്കെ തമ്മിലാണ് വഴക്ക്? നമ്മൾ തമ്മില് ഞാൻ ഇപ്പൊ കയറി വന്നല്ലേ ഉള്ളു. അല്ല പിന്നെ അച്ഛാ എന്താടേ ആര് തമ്മി അടിയെന്ന്? ലച്ചു അല്ലാതിനോട് ആരില്ല. ലച്ചു എല്ലാവരും വഴക്കല്ലടാ. ഒന്നില്ലെങ്കിൽ അച്ഛൻ അടുക്കളയിൽ നിന്ന് പോകണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങി പോണം. രണ്ടുപേരും ഇവിടെ ഒന്ന് പോവുകയാണെങ്കിൽ വലിയ കാര്യമായിരിക്കും. പോവാമോ? എടി നീ ഇറങ്ങി പോയാൽ അധികം. നീയാണ് എന്തെങ്കിലും കേട്ടാൽ അങ്ങ് നിന്ന് വഴക്കുണ്ടാക്കണത്. അന്ന് മാമി നിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞപ്പോൾ നീ എൻ്റെ അടുത്ത് പറഞ്ഞു. അത് കേട്ട വിഷമത്തിൽ ഞാൻ ആത്മഹത്യ പോലടി. ഡേ ചിരിക്കണം എന്നടാ. എടാ സ്വന്തം അച്ഛൻ മരിച്ചിറങ്ങുമ്പോൾ ചിരിക്കോടാ നീയൊക്കെ. വലിയൊരു ഉപകാരം ചെയ്യാമോ? ആ പുറകിൽ കറിവേപ്പിലിപ്പുണ്ട്. രണ്ടു ഗുണം പിച്ചിക്കൊണ്ടോ? രണ്ടു മൂന്ന് അവതാരം ഞാൻ കറിവേപ്പില തന്നെ. എല്ലാവരും എന്താന്ന് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു ഒന്ന് പിച്ചിക്കൊണ്ടോ? ഇത്രയും പിള്ളേർ നിൽക്കുന്നത് എന്നിട്ട് എന്നോട് പറഞ്ഞതിന് അച്ഛൻ പോയാലേ ബേളം തീരും. കൊച്ചേ നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടാ ഒന്ന് പോയി പിച്ചിക്കൊണ്ടോടാ. ഉടനെ ഞാൻ അങ്ങനെയെങ്കിലും നിന്നെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാകട്ടെ. ഇവിടെ ഒരാൾ മരിച്ച് ജോലി ചെയ്യണു, അവിടെ ഒരാൾക്ക് കറിവേപ്പില പിച്ച് കൊണ്ടുവരാൻ വയ്യ. വയ്യാത്തല്ലേ ഈ പോങ്ങനെ ഇവിടെ നിൽക്കല്ലേ? പോങ്ങനെ എന്നാ പിന്നെ ഈ പോങ്ങാൻ പോണില്ല. ഈ പോങ്ങനെ കരിയാപ്പില അടിക്കാൻ പോകാൻ മനസ്സില്ല. പോണ വേണമെന്ന് തേങ്ങ നിന്റെ അടുത്ത് വിളിച്ചാൽ നിനക്ക് പറ്റൂലടാ. നിന്റെ അടുത്ത് പറയാൻ നിനക്ക് പറ്റൂലേ? അച്ഛനടുത്ത് പറഞ്ഞിട്ട് അച്ഛനെ പറ്റില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, തേങ്ങനെയും പോങ്ങനും കൂടെ പോയിട്ട് വാ. ഡേയ് ഞാൻ അച്ഛനാണ്. അത് അച്ഛനെ ഓടിച്ചാൽ ഓടിയില്ലേ കരിവേപ്പില? ഓടിക്കണ്ട, നിർത്ത്. ലച്ചുവേ പോയി ഓടിച്ചോണ്ടാ ചെല്ല്. പിന്നെ ഇവരാരും ചെയ്യാത്ത പണി ഇനിയിപ്പോ ഞാൻ പോയി ചെയ്യണമായിരിക്കും. എന്നെ കൊണ്ടൊന്നും വയ്യ. അമ്മാ ശരി, ഞാൻ പോയി ഓടിച്ചോളാം. അപ്പൊ ഈ നിൽക്കുന്നതിൽ ഏതെങ്കിലും ഒരു ഭാഗ്യം പോയി 2-3 തേങ്ങ വെച്ചുണ്ടോ? അമ്മ ഞാൻ ഓടിച്ചേരാ. കറിവേപ്പില് പറഞ്ഞേക്ക ഞാൻ പറഞ്ഞപ്പോ ആരും കേട്ടില്ലല്ലോ. അതന്നെ ഒറ്റ 5 ഇല്ല. നിനക്കാണ് എന്റെ ഇത് മേടിക്കാൻ പോണ കേട്ടാ. നിന്നോട് പറഞ്ഞത് നീ അനുസരിച്ചടി. അത് ഇവര് വാശി കാണിച്ചപ്പോ ഞാൻ വാശി കാണിച്ചതാ. ഞാൻ ഓടിച്ചോളാം. നിന്റെ വാശിയെ ശരിയാക്കി തരാം. ഈ ലച്ചു അല്ലെങ്കിൽ ഒടുക്കത്തെ വാശിയാണ്. അച്ഛനൊന്നും മിണ്ടാരിയ ചാച്ചി എന്റെ പുറകെ കിടക്കണത്. അച്ഛൻ ലജ്ജു ചേച്ചി മരിക്കൊണ്ടേ നല്ല രസം. അയ്യോ ആണ്. എല്ലാരും പോയേ, ഞാൻ കറിവേപ്പില പൊട്ടിച്ചോളാം. ആടേ ആരെങ്കിലും ആ തേങ്ങ ഒതുക്കി ബാലേ. നീ എന്തിനാണ് എന്നെ വിളിക്കണത്? ഞാൻ തെറ്റിയാടി. നിന്റെ കെട്ടിയെന്നുള്ള ഒറ്റ തെറ്റാണ് ഞാൻ ചെയ്തോളൂ. എനിക്ക് പൈസ എത്രയും അറിയാടി. ഈ പ്രായത്തിലാണ് നീ എന്നെ ജോലി ചെയ്യണത്. ദാണ്ടേക്കുന്നത് 2 പാഴ്മരങ്ങൾ കാബലമില്ലാത്തവന്മാർ. ഓമെടുത്ത് പറ. അച്ഛാ എന്തൊക്കെ സംഭവിച്ചാലും അച്ഛൻ പുലിയാണ്. അമ്മ സിമ്പിളാണ് അച്ഛൻ ഈ തേങ്ങ ഒതുക്കിയെന്ന് പറഞ്ഞ് വേറൊരു പൂ പറിക്കുന്ന ലാഘവത്തോടെ അച്ഛൻ തേങ്ങ ഒതിച്ച് തള്ളും. കേശു പൊക്കി ചെത്തക്കൊമ്പി കയറ്റിയിട്ടാ എന്നെ കൊണ്ട് അടിവൻ പണി ചെയ്യാലോടാ. കേശു നീ തേങ്ങ ഒതുക്കടാ. അമ്മ എനിക്ക് തേങ്ങ ഒതിച്ച് അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല. മാത്രമല്ല ഞാൻ തേങ്ങ ഒതിക്കാൻ നിന്ന കുറെ സമയം എടുക്കും. എടാ ഇങ്ങനെയല്ല തേങ്ങ ഒതിച്ച് പഠിക്കരുത്. ഇങ്ങനെ മടി പിടിച്ചെന്നുണ്ടല്ലോ ഒരു കാലത്ത് നിനക്ക് തേങ്ങ ഒതിക്കാൻ പഠിക്കാൻ പറ്റൂല. ചേച്ചി വായം വെച്ചോണ്ട് മിണ്ടായി. എനിക്ക് അങ്ങനെ തേങ്ങ ഒതിക്കുന്ന പഠിക്കണ്ട. എടാ ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾ ഏലിക്കാടേ. അത് ഞാനും സുരേന്ദ്രനും പണ്ട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞത് ഉടനെ ചെയ്ത് തീർക്കും. ആ ചിറ്റപ്പൻ ചെയ്ത് തീർക്കും. നിനക്ക് ചെയ്യാൻ വയ്യെങ്കിൽ നീ കയറി പോ. നിന്നെ കൊണ്ട് ഇങ്ങനെ അടിഞ്ഞു വെച്ചെങ്കിൽ നടക്കാനേ പറ്റത്തുള്ളൂ. ചേച്ചി കയറി പോയി. അമ്മ മിണ്ടായിരുന്നേ. എടാ പൊതിക്കടാ. അമ്മ പറഞ്ഞ ഉടനെ എന്തും ചെയ്യുന്നവനാണെന്ന് അറിയാലോ. പക്ഷെ ഇത് ഞാൻ ചെയ്യില്ല. കാരണം ഇന്ന് ഞാൻ ചെയ്താലേ ഇവന് മടിയാവും. പിന്നെ എന്ത് പറഞ്ഞാലും ഇവൻ്റെ അടുത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞാലും ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞ് മഹാമടിയനാവും. അതുകൊണ്ട് ഞാൻ ചെയ്യണത്. ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് തേങ്ങ ഒതിക്കാൻ പാടില്ല. പറ്റില്ലേ?
അതെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ പഠിക്കുക അത് മാത്രമാണ്. എന്നിട്ട് നമുക്ക് വീടിന് കഷ്ടപ്പാട് വരണ്ടെന്ന് വിചാരിച്ചിട്ട് ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നുണ്ട്, ട്യൂഷൻ ക്ലാസ് എടുക്കുന്നുണ്ട്, പിന്നെ ഇതിന് പോകുന്നുണ്ട്, സേവാകേന്ദ്രം എന്ത് പറഞ്ഞാൽ സേവാകേന്ദ്രം ഇതൊന്നും കാശൊന്നും തരുന്നില്ലെന്നാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല. ചേട്ടൻ ചെയ്താൽ മതി ഇത്ര തന്നെ. നീ പൊതിക്കന്നാ നീ എന്ത് നോക്കിക്കണ, നിനക്ക് ചോദിച്ചൂടെ? കേശുള്ളൂ കേശും ചേട്ടനുള്ളപ്പോ ഞാൻ എന്താ തേങ്ങ ഒതിക്കണേ, എന്നെ കൊണ്ട് പറ്റൂല. എന്നാൽ പിന്നെ അത് പോട്ടെ, അത് ഞാൻ പോയിച്ചോളാം, കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്തേ, ഇന്നലെ വൈകിട്ട് പലചരക്കടയിൽ മേടിക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാരെങ്കിലും പോയി എടുത്തുണ്ടോ വന്നാൽ വെളിച്ചെണ്ണയായിട്ട് ഉപയോഗിക്കാം. ബാലുവേ പിന്നെ ഞാൻ ഇവളെ ചവിട്ടി അല്ല, നിങ്ങൾ പോവണ്ടെന്ന് പറയാൻ വേണ്ടി വന്നതാണ്, അപ്പോഴത്തേക്കും ചവിട്ടാൻ വന്നില്ലേ? ആ അപ്പൊ ആരും എടുക്കും. എനിക്ക് പഠിക്കാനുണ്ട്. കേശുവേ അമ്മ എന്ത് പോയെടുത്തുണ്ടോടാ? ഞാനോ? ആ ചേട്ടൻ ഇങ്ങനെ പന പോലെ നിൽക്കുമ്പോൾ ഞാൻ പോയെടുത്ത് എങ്ങനെ അത് ശരിയാവൂല. വാശീർക്കാണ് എനിക്ക് വാശിയാണ്. കണ്ട കിട്ടിയ അവസരത്തെ എല്ലാം മുങ്ങിക്കളഞ്ഞ്.